Welcome to Tasty Buds. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ ഇന്ന് പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, ടൊമാറ്റോ പരിപ്പ് കറി. അത് ഒരു ആന്ധ്ര സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആന്ധ്ര സ്റ്റൈൽ ടൊമാറ്റോ പരിപ്പ് കറിയാണ്. ഞാൻ ഇതിന് ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്ത് കുതിർത്ത് വെച്ചതാണ്. ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. അത് കഴുകി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 തക്കാളി വേണം. അത് ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ 2 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുളി, ഒരു എന്താ പറയുക, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടായിരിക്കും ഇത് പുളിൻ്റെ ജ്യൂസ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ 1/4 ഭാഗം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ എന്താ പറയുക, മുളകും പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയത്. പിന്നെ കുറച്ച് നമുക്ക് ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. പിന്നെ നമുക്ക് 2 കപ്പ് വെള്ളം, അതായത് ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 5 വിസിൽ വരുന്നവരെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് 5 വിസിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കുക്കർ 5 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ തുറന്നത്. ഇനി നമുക്കൊരു വിസ്ക് കൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായി വിസ്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് താളിച്ചിടാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 4 ഫ്ലേക്സ് ഇവിടുത്തെ നമ്മൾ നാടൻ വെളുത്തുള്ളിയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. സൈഡിലിടുന്നത് അങ്ങനെ ആവുന്നത് കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഓയിലിലേക്ക് തന്നെ. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. കുറച്ച് ജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുറച്ച് ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മുറിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കിയ ടൊമാറ്റോ പരിപ്പ് കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ ടൊമാറ്റോ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ പുളിയൊന്നും ചേർക്കാറില്ലല്ലോ സാധാരണ പരിപ്പ് കറിക്ക്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പരിപ്പ് കറിക്ക് പുളിയൊന്നും അധികം ചേർക്കാറില്ല. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ ടൊമാറ്റോ പരിപ്പ് കറി അല്ലെങ്കിൽ തക്കാളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.